അപ്പൊ ഇപ്പോഴും UDF തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ആണോ ലീഗാണോ? UDF ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആണോ ലീഗാണോ? ഈ തെരഞ്ഞെടുപ്പ് ഈ കാര്യത്തിൽ ഒരു വിഷയത്തിൽ അടിവരയിടുന്നുണ്ട്. ഇപ്പോഴും UDF കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ല, KPCC രാഷ്ട്രീയ കാര്യസമിതിയല്ല. UDF കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗിന് ഉന്നതാധികാര സമിതിയും പാണക്കാടുമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യമാവുകയാണ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനെ ബാലൻസ് ചെയ്യാനാണ് LDF പരിശ്രമിക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തുമ്പോൾ കാര്യം ബോധ്യപ്പെടും. LDF ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസിന്റെ കൂടെ പോയപ്പോൾ UDF കൂടെ പോയപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി LDF പരിശ്രമിച്ചുള്ളത് SDP കൂടെ കൂട്ടുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വ്യാപകമായി SDP സഹായം CPM ഉണ്ടായിരുന്നു. LDF സഹായത്തോടുകൂടി ജയിച്ചു വന്നിട്ടുള്ള ധാരാളം SDP-ക്കാരുണ്ട്. ചില സ്ഥലത്ത് പരസ്യമാണ്, ചില സ്ഥലത്ത് രഹസ്യമാണ്. SDP നേതാക്കന്മാർ തന്നെ ഈ പ്രാവശ്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് CPM അവരോട് സഹായം ചോദിച്ചിരുന്നു എന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ SDP ഒരു ഘടകകക്ഷിയായി CPM കൂടെ കൂട്ടിയാൽ LDF ഒരു ഘടകകക്ഷിയായി SDP ചേർത്താൽ അതുപോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ കേരളത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെയും മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയത്തെയും മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ കേരളത്തെ മതപരമായി പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്, CPM നടത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു, റിഹേഴ്സലായിരുന്നു ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അപകടകരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കും, അപകടകരമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംഘടിത മതവിഭാഗത്തിന്റെ വോട്ടിനു വേണ്ടി സാമുദായിക ശക്തികളെയും മതമൗലികവാദ ശക്തികളെയും തീവ്രവാദ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തിൽ നിന്ന് കോൺഗ്രസും CPM വിട്ടുനിൽക്കണം, അതൊരവസാനിപ്പിക്കണം. അല്ലെങ്കിൽ കേരളം ഈ മത സാമുദായിക തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലാകുമെന്ന അപകടകരമായിട്ടുള്ളൊരു കാര്യം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ BJP ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാര്യത്തിൽ CPM കോൺഗ്രസും നിലപാട് പുനഃപരിശോധിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്.